ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ 5-6 മാസത്തിന് മുന്നേ തന്നെ എനിക്കിവിടെ ഒരു താഴെ തന്നെ 2 ഗപ്പിക്കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്നിലാണെങ്കിൽ രണ്ടിലും മീൻ കിടന്നു. പിന്നെ ഒന്നിലെന്തരം പാമ്പ് എന്തരമൊക്കെ കയറി ശേഷം പിന്നെ അതിൽ നിന്ന് മീനൊക്കെ കഴിക്കുന്നതുകൊണ്ട് മീനിനെയൊക്കെ പിടിച്ച് ഞാൻ മേളത്തെ ടാങ്കിലൊക്കെ എടുത്തിട്ട് ആ കുളം മൂടി. ഇപ്പോൾ അത് തന്നെ ഒന്നുകൂടെ ആ കുളത്തിൻ്റെ അവിടെ തന്നെ ഒന്നുകൂടെ കുളം ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളുണ്ട് ഗപ്പിയുടെ. അപ്പോൾ അതിന് ഇടാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ കുളമൊക്കെ കുറച്ച് കുത്തി കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കുളം, ഇപ്പോൾ കുത്തിയതാണ്. ഇവിടെ കാടൊക്കെ പിടിച്ചു കിടന്നപ്പോൾ അതിനൊക്കെ വെട്ടി മാറ്റി ഇപ്പോൾ ഇത്ര എടുത്തേ ഉള്ളൂ. കുറച്ചും കൂടെ എടുക്കാൻ പറ്റിയേനെ, പക്ഷേ ഇതിൻ്റെ അടിയിൽ കുറച്ച് മരത്തിൻ്റെ വേരൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പാറയും കൂടെ ഉണ്ട്. അതുകൊണ്ട് എടുക്കാൻ കൂടുതൽ താഴ്ചയിലും കൂടെ എടുക്കാൻ ഒക്കൂല. പിന്നെ ഇതിന് ഷീറ്റാറ്റി ഇടുന്നത് തന്നെ ഫ്ലക്സാണ്. അത് ലീക്കാവുമോന്നും തന്നെ അറിയില്ല. ഇട്ട് വെള്ളം നിറച്ചൊക്കെ ഒരു ദിവസമൊക്കെ ഫുള്ളും നിർത്തിയാലേ അറിയാവും ലീക്കുണ്ട്. എന്നിട്ട് മാത്രമേ നമ്മൾ മീനിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഫ്ലെക്സ് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, ഫ്ലെക്സൊക്കെ ഇട്ട് കഴിഞ്ഞു. വെള്ളവും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം. ടാങ്കിൽ നിന്ന് ഓസിട്ട് അങ്ങനെ എടുത്തു കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ലീക്ക് ഉണ്ടാകുന്നൊന്നും അറിയത്തില്ല. നാളെ നോക്കുമ്പോൾ അറിയാം. ലീക്ക് ഉണ്ടെങ്കിൽ എല്ലാ വെള്ളവും വറ്റിപ്പോവും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ കുളം വെച്ചിരിക്കുന്ന സ്ഥലത്ത് അധികം വെയിലൊന്നും അടിക്കില്ല. കാരണം ഈ ചുറ്റും ഇങ്ങനത്തെ മരങ്ങളാണ്. ചുറ്റിങ്ങനെ ആയതുകൊണ്ട് അവിടെ നിന്ന് മാത്രമേ വേണമെങ്കിൽ വെയിലടിക്കൂ. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളായതുകൊണ്ട് ചുറ്റിനും ഇവിടെ അങ്ങനെ വെയിലടിക്കില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഇടാൻ പോകുന്ന മീൻ കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് മീൻ കുഞ്ഞുങ്ങൾ ഇടാൻ പോകുന്നത്. കുറച്ചും കൂടെ ആ ടാങ്കിലൊക്കെ ഉണ്ട് മീൻ കുഞ്ഞുങ്ങൾ. അതിനൊക്കെ പിടിച്ച് ഇതുപോലെ ഇടണം. ഫ്രണ്ട്സ്, അപ്പോൾ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് മുമ്പേ ഇതിൽ മീനൊക്കെ ഇട്ടിരുന്നപ്പോൾ ഈ സ്ഥലത്ത് തന്നെ മീനൊക്കെ ഇട്ടിരുന്നപ്പോൾ അന്ന് ആമ്പലൊക്കെ ഉണ്ടായിരുന്നു. ആ ആമ്പല് പിന്നെ അഴുവിപ്പോയി. പിന്നെ ആ മണ്ണൊക്കെ ഇതിൽ നിന്ന് ഈ കുളം ലീക്കായിപ്പോൾ. അപ്പോൾ ഈ ലീക്കായപ്പോൾ ഈ കുളം മാറ്റിയപ്പോൾ അത് മണ്ണൊക്കെ മാറ്റിയപ്പോൾ അതിൽ കിഴങ്ങുണ്ടായി. മറ്റേ ഈ ആമ്പലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവുന്ന കിഴങ്ങ്. അപ്പോൾ അതിനെ ഞാൻ ഒരു കുപ്പിയിൽ എടുത്ത് നട്ട് ടാങ്കിലിട്ടു. അപ്പോൾ ആ ടാങ്കിയിലും പിന്നെ വേറെ നമ്മളെ ഈ ചെടിത്തോട്ടത്തിൽ നിന്നൊക്കെ വായിക്കൂല്ലേ, മറ്റേ ഈ നീല കളർ പൂവൊക്കെ ഉള്ള ആമ്പല്, ആ വാട്ടർ ലില്ലി യന്ത്രം, അതിൻ്റെ കൂടെ ഞാൻ ഇതിന് ഇട്ട് വെച്ചിരുന്നു. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചുമ്മാ ടാങ്കിലൊന്ന് നോക്കിയപ്പോൾ ഇത് ചെറുതായിട്ട് പൊടിച്ച് കിടക്കുന്നു. ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ അങ്ങനെ പൂവൊന്നും നിൽക്കില്ല, ചെറുതായിട്ട് അതിൻ്റെ ഈ ഇലയൊക്കെ വന്നിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ടോ ഫ്രണ്ട്സ്, ഇതാണ് പിങ്ക് കളറ് ആമ്പലിൻ്റെ തൈ. കിഴങ്ങ് ഈ കുപ്പിയിൽ നട്ടതാണ്. ആമ്പലിൻ്റെ കിഴങ്ങ് നട്ടപ്പോൾ പൊടിച്ചതാണ്. ഞാൻ പിന്നെ ഇതിൽ കാണിക്കാനും കൂടെ വേണ്ടി ഈ കുളത്തി ഇട്ടു. പിന്നെ ഇത്രയും വെള്ളം വച്ചിട്ടേ ഉള്ളൂ. ഇനി ഇപ്പം മഴയൊക്കെ ഉള്ള സീസൺ ആയതുകൊണ്ട് ഈ മഴ പെയ്ത് വെള്ളമൊക്കെ കളയും. അപ്പോൾ ചിലപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ പോവും. അതുകൊണ്ട് ഇത്രേ ഇട്ടുള്ളൂ വെള്ളം. ഇനി നാളെ നോക്കുമ്പോൾ അറിയാം വെള്ളം കുറഞ്ഞിട്ടുണ്ടോ അതോ ഇതുപോലെ തന്നെ നിൽക്കുന്നെങ്കിൽ ലീക്കില്ല എന്നാണ്. ലീക്കുണ്ടെങ്കിൽ ഈ വെള്ളമൊക്കെ കുറഞ്ഞ് പോവും. അപ്പോൾ നാളെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ മീനൊക്കെ ഇടാനായിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ടിരുന്നു. അതിൽ ഇപ്പോൾ നോക്കിയപ്പോൾ ലീക്കൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മീനിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിങ്ങനത്തെ പായലും കൂടെ ഇട്ട് കൊടുക്കാം. ഇന്നലെ ഒരു തൈ ആമ്പലും കൂടെ വച്ചതേ ഉള്ളൂ. ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ കൊണ്ട് കുളത്തിൽ ഇറക്കി വിടാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോഴത്തെ അവസ്ഥ കുളത്തിൽ ഇങ്ങനെയാണ്, ലീക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി മീനിനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ മീൻ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പ്രാവ് രാവിലെ തുറന്നിടാൻ പറ്റില്ല, ഇപ്പോഴായിട്ട് തുറന്നിട്ടതേ ഉള്ളൂ. 12 മണിയൊക്കെ ആയി തുറന്നിട്ടപ്പോൾ തന്നെ. ഫ്രണ്ട്സ്, ഇവിടെ ഇപ്പോൾ ഒരു പരുന്ത് വന്നു. പ്രാവ് അങ്ങോട്ട് പറന്നു പോയി പെട്ടെന്ന്. ഷീറ്റിൻ്റെ മണ്ടെന്ന് ഒരു പരുന്ത് വന്നു. ഇപ്പോൾ ഞാൻ പറത്തിയപ്പോൾ ഒരു പരുന്ത് വന്ന് ഷീറ്റിൻ്റെ മണ്ടയിൽ നിന്ന് റാഞ്ചി. പക്ഷെ ജസ്റ്റിസ് കിട്ടിയില്ല, അങ്ങോട്ട് പോയി പ്രാവ്. തിരിച്ചു വരും. ഫ്രണ്ട്സ്, ഈ കറുപ്പ് അങ്ങനെ പറന്നാൽ ഈ വീട്ടിൻ്റെ ഷീറ്റിൻ്റെ മേളിലൊക്കെ പറക്കും. പക്ഷേ ഈ മാടപ്രാവും പിന്നെ അതുപോലെ അവിടെ ഇരിക്കണ ഈ മാടപ്രാവും നല്ല പറക്കും, നേരത്തെ കണ്ട പോലെ. പക്ഷെ ഇപ്പോൾ തിരിച്ചു വന്നു. ഇനി ഒരു പ്രാവും കൂടെ ഉണ്ട്, ബ്ലാക്കിൽ തൂവൻ്റെ അറ്റത്ത് വൈറ്റ് ഉള്ളത്. ആ ഒന്നും കൂടെ തിരിച്ചു പറഞ്ഞു. ഇപ്പോൾ ഒരു വലിയൊരു കാറ്റടിച്ചപ്പോൾ അങ്ങോട്ട് അവിടെ റബ്ബറിലിരുന്നു. അപ്പോൾ ഇപ്പോൾ പറന്നു വന്നു. ഇത് ആ ഭാഗത്തുനിന്നാണ് പറന്നു വന്നത്. ഇപ്പം ഇനി ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ വരണം.